ഹായ് ഓൾ. മോഡ്യൂൾ 2-ൻ്റെ അടുത്ത ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണ് ഐസോകോൺസ്. എന്താണ് ഐസോകോൺസ് എന്ന് പറയുന്നത്? ഓക്കെ, സോ ഐസോകോൺസ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ കർവ് which shows the various combinations of two factor inputs which gives the same level of output. അതായത് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ. അതിനോട് ഏകദേശം സാമ്യപ്പെടുത്തി നിൽക്കുന്ന പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഐസോകോൺസ് എന്ന് പറയുന്നത്. സോ ഐസോകോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടർ ഇൻപുട്സ്, ലേബറും ക്യാപിറ്റലും. ഫോർ എക്സാമ്പിൾ നമ്മൾ ലേബറും ക്യാപിറ്റലാണ് നമ്മൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കുന്നതിൻ്റെ പല അളവ് ആ കർവിൽ പല അളവ് കാണിച്ചു തരുന്നു. ഏത് അളവിൽ നിന്നാലും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് അളവിലാണെങ്കിലും നമുക്ക് അത് തരുന്നത് സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. So it shows the different levels or different combinations of two factor inputs which actually yields the same level of output. Okay, so isocons, iso means equal and cont means quantity. Okay, it is also called as isoproduct curves or equal product curves. Now എന്താണ് ഈ പറയുന്ന ഇനി ഐസോകോൺസിൻ്റെ എന്തെല്ലാം സവിശേഷതകൾ, അതിൻ്റെ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ, അതിൻ്റെ എന്തിനാണ് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ്, വൈ ദിസ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്, എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഐസോകോണ്ട് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഐസോകോണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, പ്രൊഡക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഐസോകോണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഐസോകോണ്ട് പറഞ്ഞു, ഐസോകോണ്ട് ബേസിക്കലി എക്സ്പ്ലെയിൻസ് ദ വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഫാക്ടർ ഇൻപുട്സ് വിച്ച് ആക്ച്വലി yields the same level of output. ഓൾറൈറ്റ്, സോ ഇനി നമ്മൾ ഈ പറയുന്ന ഐസോകോൺസിനെ നമ്മളൊരു പിക്ചറൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുപോകണം. ഐസോകോൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന് തന്നെ നമുക്ക് ബെറ്റർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ലേബറും ക്യാപിറ്റലും ആണ് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അത് ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ABCD. അതിൽ ലേബേഴ്സ് എത്ര യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ എത്ര യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്ത രണ്ട് കോളംസിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് കിട്ടുന്ന ഏത് കോമ്പിനേഷനിലാണെങ്കിലും നമുക്ക് ഈക്വൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് 100 ആണ് എന്നുള്ളത് നമ്മൾ ഫോർത്ത് കോളത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. നൗ ഇത് നമ്മളൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ലേബർ ആകുന്നു, വൈയിൽ നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് എ കോൺവെക്സ് ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്, ദാറ്റ് ഇസ് യുവർ ഐസോകോൺ. സോ ഐസോകോൺസ് എപ്പോഴും കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും, അതോടൊപ്പം തന്നെ അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാൻ കാരണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫാക്ടർ വിട്ട് കൊടുത്താലേ മറ്റ് ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആ സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സെയിം ലെവൽ തന്നെയാണ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്, പക്ഷേ ഒരിക്കലും രണ്ട് ഫാക്ടേഴ്സും ഒരേ അളവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും, എ എന്നുള്ള പോയിന്റ് വരുമ്പോൾ 5 യൂണിറ്റ് ലേബറും 9 യൂണിറ്റ് ക്യാപിറ്റലാണ്. അത് ബി എന്നുള്ള പോയിന്റിലേക്ക് ആകുമ്പോൾ ലേബർ ഇൻക്രീസ് ചെയ്യുന്നു, 10 യൂണിറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ക്യാപിറ്റൽ കുറയ്ക്കണം. സോ ഒന്ന് കൂട്ടി മറ്റേത് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് സ്റ്റേബിൾ ആക്കാൻ പറ്റുള്ളൂ. അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും ക്വാണ്ടിറ്റീസ് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഐസോകോൺസ് ഒരു നെഗറ്റീവ്ലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോൺവെക്സ് ഷേപ്പ് കർവ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺസ്? ഐസോകോൺസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? The first one, isocons are negatively sloped and it's convex to origin. ഞാൻ പറഞ്ഞത് ഐസോകോൺ നെഗറ്റീവ്ലി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. കാരണം രണ്ട് ഫാക്ടേഴ്സും രണ്ട് ഡിറക്ഷനിലാണ് നമുക്ക് മൂവ് ചെയ്യുന്നത്. 2 isocons cannot cut each other. ഒരിക്കലും രണ്ട് ഐസോകോൺസ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, കാരണം ഓരോ ഐസോകോൺസ് ഉദ്ദേശിക്കുന്നത് ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ്. അപ്പോൾ മുകളിലേക്ക് ഐസോകോൺസ് പോകുന്നവർ അതിനർത്ഥം കൂടുതൽ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ ഹയർ ദി ഐസോകോൺസ് ഹയർ ദി ഔട്ട്പുട്ട്. അതാണ് നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത്. An isocon lying above and to the right of the another isocons represent the higher level of output. ഓരോ ഐസോകോൺസും മുകളിലേക്ക് പോകുന്തോറും which means that higher the production, higher the output. Okay, so ഇത്രയും സവിശേഷതകളാണ് ഐസോകോൺസിന് ഉള്ളത്. Now, what are the types of isocons? നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് രണ്ട് പ്രത്യേക തരത്തിലുള്ള ഐസോകോൺസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് ലീനിയർ ഐസോകോൺസ് ആണ്. ലീനിയർ ഐസോകോൺസിൻ്റെ പ്രത്യേകത, ഈ ഐസോകോൺസ് ആണെങ്കിൽ നമുക്ക് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും നോർമൽ ഐസോകോൺ. ഇങ്ങനത്തെ ഒരു ഐസോകോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ഫാക്ടർ, ലേബറും ക്യാപിറ്റലും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയി കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷനാണ്. If two factor inputs are considered to be perfect substitutes,
then the isocont is considered to be linear isocont and your isocont shape linear curve ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലീനിയർ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും എപ്പോൾ ഈ പറയുന്ന ഫാക്ടർ ഇൻപുട്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ. ഇനി ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സും പെർഫെക്റ്റ്ലി കോംപ്ലിമെൻ്ററി ആണെങ്കിൽ, ഓക്കെ, ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനവും പെർഫെക്റ്റ്, ലേബറും ക്യാപിറ്റൽ തന്നെ ആണെന്നില്ല, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്. രണ്ട് ഇൻപുട്സ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് ഇൻപുട്സും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ലീനിയർ ഷേപ്പ് ആയിരിക്കും. പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണെങ്കിൽ, പെർഫെക്റ്റ്ലി കോംപ്ലിമെന്ററി ഇൻ നേച്ചർ ആണെങ്കിൽ നമ്മൾ തന്നെ റൈറ്റ് ആംഗിൾ ഐസോകോൺ കർവ് എന്ന് പറയും. അതൊരു എൽ ഷേപ്പ് ഐസോകോൺസിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പുള്ള അബ്നോർമൽ ഐസോകോൺസ് ഉണ്ട്, അത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഐസോകോൺസ് ഉണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നൗ ഇപ്പം എന്താണ് ഐസോകോൺസ് എന്നുള്ളതും അതുപോലെ തന്നെ ഐസോകോണിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് ഐസോകോണിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിൻ്റെ എത്രത്തോളം സ്പെഷ്യൽ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐസോകോണിനോട് അടുത്ത് തന്നെ, അല്ലെങ്കിൽ ഐസോകോണിനോട് അഡ്ജസൻ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അടുത്ത് തന്നെ നിൽക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഐസോകോസ്റ്റ് ലൈൻ. എന്താണ് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്? ഓക്കെ, സോ ഐസോകോസ്റ്റ് ലൈൻ ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് various combinations of two factors, labor and capital, which the firm can afford or purchase with a given amount of money or total outlay. അപ്പോൾ നമ്മളിവിടെ ഐസോകോസ്റ്റ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്, ലേബറും ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ആ ലേബറും ക്യാപിറ്റലും നമുക്ക് വാങ്ങാൻ വരുന്ന മൊത്തത്തിലുള്ള ചെലവിന്, ഓക്കെ, ആ ചെലവിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫേമിൻ്റെ ബഡ്ജറ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫേം ഫാക്ടേഴ്സ് വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനെയാണ് നമ്മൾ ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ഫംഗ്ഷനായിട്ട് പറയുകയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു, സി എന്ന് പറയുന്നതാണ് മൊത്തം അവരുടെ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുക. സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ. ഡബ്ല്യു എന്ന് പറയുന്നത് ലേബർ, എൽ മീൻസ് ലേബർ, കെ മീൻസ് ക്യാപിറ്റൽ, നമുക്കറിയാവുന്നതാണ്. ലേബേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റിവാർഡാണ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ് വേജ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എന്തായിരിക്കും കിട്ടുന്നത്? പലിശ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ വിച്ച് മീൻസ് ദാറ്റ് ദ ബഡ്ജറ്റ്, അതായത് ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എൽ, വേജ് ഫോർ ലേബർ, പ്ലസ് ആർ കെ, ദാറ്റ് ഇസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ക്യാപിറ്റൽ. സോ നമ്മൾ ആ ലൈനിൻ്റെ, നമുക്കറിയാം, നമുക്കൊരു നോർമൽ ലീനിയർ ഷേപ്പ് ഒരു ലൈനെയാണ് നമ്മൾ ഐസോകോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഒരു നോർമൽ ലീനിയർ ഷേപ്പ് കർവ് ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ലേബർ ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഇസ് W by R. ഓക്കെ, സോ ഐസോകോസ്റ്റ് ലൈൻ എന്താണ്, അതിൻ്റെ സ്ലോപ്പ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ എങ്ങനെയാണ് ഐസോകോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഹൗ ദ ഷിഫ്റ്റ്സ് ഇൻ ഐസോകോസ്റ്റ് ലൈൻ ഒക്കേഴ്സ്. നമുക്കറിയാം ഐസോകോസ്റ്റ് ലൈന് രണ്ട് രീതിയിൽ ഷിഫ്റ്റ് വരാം. ഓക്കെ, ഒരു ഷിഫ്റ്റ് പ്രൈസിൽ വരുന്ന, അതായത് രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ ഒരുമിച്ച് ചേഞ്ച് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി അല്ല, ഒരു ഫാക്ടറിൻ്റെ, ഒന്നില്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സിൻ്റെയും പ്രൈസിൽ ഒരുമിച്ച് ചേഞ്ച് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ മാത്രം ചേഞ്ച് വരുന്ന കേസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബറും ക്യാപിറ്റലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയും രണ്ട് ഫാക്ടേഴ്സിൻ്റെയും പ്രൈസ് ഒരുപോലെ വ്യത്യാസം വരുന്ന സിറ്റുവേഷനാണ്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആദ്യത്തെ, നമ്മൾ ഡോട്ടഡ് അല്ലാത്ത റെഡ് ലൈൻ ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ, അല്ലെങ്കിൽ ഐസോകോസ്റ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്നല്ല, ഐസോകോസ്റ്റ് ലൈൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് ഐസോകോസ്റ്റ് ലൈൻ ആണെങ്കിൽ ഈ പറയുന്ന ലേബറിൻ്റെയും അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെയും എക്സ്പെൻസ്, അവിടെ റേറ്റുകൾ കുറയാണ്. അതായത് വേജ് ബൈ ഇൻട്രസ്റ്റ്, W by R കുറയാണെന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ വേജും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഇൻപുട്സ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി W by R, വേജ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ, അവരുടെ റേറ്റ് കൂടുകയാണെങ്കിൽ നമുക്ക് അധികം അവരെ വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അധികം നമുക്ക് ഈ പറയുന്ന ഫാക്ടേഴ്സിന് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് അത് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഡിഫറൻസ് മനസ്സിലാക്കിയത്, W by R കൂടാണെങ്കിൽ അത് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും, W by R കുറയാണെങ്കിൽ മുകളിലേക്ക് ബഡ്ജറ്റ് ലൈൻ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ അല്ല, ഐസോകോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നു. നൗ ചേഞ്ച്, ഇതിൽ നമ്മൾ ഈ ഐസോകോസ്റ്റ് ലൈൻ്റെ ഷിഫ്റ്റ് രണ്ടാമത്തെ തരത്തിലുള്ള ഷിഫ്റ്റാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫാക്ടറിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ. ആദ്യത്തെ ഫിഗറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേബറിൻ്റെ പ്രൈസ് കുറയുന്നതും കൂടുന്നതും. ഇവിടെ ശ്രദ്ധിക്കുക, ക്യാപിറ്റലിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്, അവിടെ ഒരു വ്യത്യാസം വരുന്നില്ല. ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, ലേബറിൻ്റെ പ്രൈസ് കുറഞ്ഞു.
ലേബറിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ലേബർ യൂസ് ചെയ്യും, ക്യാപിറ്റൽ അതുപോലെ തന്നെ നിർത്തും. ലേബർ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളുന്നു അല്ല, ഐസോകോസ്റ്റ് ലൈൻ കുറച്ചും കൂടി നമുക്ക് കൂടുതൽ പുറത്തേക്ക് പോകും. അത് ഇനി ലേബറിൻ്റെ പ്രൈസ് കൂടി, അതായത് വേജ് കൂടി, അവരുടെ ശമ്പളം കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുള്ളൂ, അപ്പോൾ അത് ഉള്ളിലേക്ക് നമുക്ക് വലിയുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റലിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലേബറിൻ്റെ പ്രൈസ് കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റലിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടാണ്. പലിശ കൂടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അധികം നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കില്ല, അപ്പോൾ നമ്മൾ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു, നമുക്ക് കൂടുതൽ ഫണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈൻ, നമ്മളെ നോർമൽ ലൈൻ എന്ന് പറയുന്നത് AB എന്നുള്ളതാണ് ഐസോകോസ്റ്റ് ലൈൻ എങ്കിൽ, അത് പുറത്തേക്ക് A-Bയിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. പ്രൈസ് കുറയുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നു, ഓക്കെ. ആൻഡ് പ്രൈസ് ഈ പറയുന്ന ഫാക്ടർ ഇൻപുട്സിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഈ പറയുന്ന ഫാക്ടർ ഇൻപുട്സിൻ്റെ പ്രൈസ് കുറയുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് വരുന്നു. ഈ പറയുന്ന ഫാക്ടർ ഇൻപുട്സിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇൻവേർഡ് ഷിഫ്റ്റ്, അകത്തേക്ക് ഷിഫ്റ്റ് വരുന്നു. നൗ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഐസോകോണ്ട് എന്താണെന്ന് പറഞ്ഞു, ഐസോകോസ്റ്റ് ലൈൻ എന്താണെന്ന് പറഞ്ഞു. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസർ ഈക്വിലിബ്രിയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൊഡ്യൂസർ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ നമ്മളതിനെ പറയുന്ന മറ്റൊരു പേരാണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. സോ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെയർ എ ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇസ് ബീങ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ മിനിമം കോസ്റ്റ്. വളരെ മിനിമം കോസ്റ്റിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് പ്രൊഡ്യൂസർ equilibrium എന്ന് പറയുന്നത്. So producer equilibrium is nothing but it is a given level of output is where the isocont is tangent to isocost line. എവിടെയാണോ ഐസോകോസ്റ്റ് ലൈൻ നമ്മൾ ഈ പറയുന്ന ഐസോകോണ്ടിന് ടാൻജന്റ് ആകുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ ഒരു ഗ്രാഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഒട്ടനവധി ബഡ്ജറ്റ് ലൈൻ പോയിട്ടുണ്ട്. ഓക്കെ, EF ഉണ്ട്, GH ഉണ്ട്, അങ്ങനെ K, അങ്ങനെ ഒരുപാട് ഐസോകോസ്റ്റ് ലൈൻസ് പോയിട്ടുണ്ട്. ഒരു ഐസോകോണ്ടും പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ആ ഐസോകോണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ടാൻജന്റ് ആയിട്ട് പോകുന്നത്, M എന്നുള്ള പോയിന്റ്. അപ്പോൾ എവിടെയാണോ ഐസോകോണ്ട് ഐസോകോസ്റ്റ് ലൈനും ടാൻജന്റ് ആകുന്നത്, ആ പോയിന്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ വെച്ചുകൊണ്ട് W/R, വേജ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കും. ഇസ് അഗെയിൻ ഈക്വൽ ടു മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ. അതായത് ഈ MRTS LK എന്ന് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഐസോകോണ്ടിൻ്റെ സ്ലോപ്പാണ്. ഞാൻ പറഞ്ഞു ഐസോകോണ്ട് കോൺവെക്സ് ഷേപ്പാണ്, അതുപോലെ തന്നെ അത് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. ഓക്കെ, കോൺവെക്സ് ഷേപ്പാണ്, അത് കോൺവെക്സ് ടു ഒറിജിൻ ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇത് കോൺവെക്സ് ആയി ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഒരു യൂണിറ്റ് കൂടുതൽ ഫാക്ടർ ഇൻപുട്ട് യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു യൂണിറ്റിൻ്റെ ഫാക്ടർ കുറയ്ക്കണം. ഓക്കെ, ആ കുറവിനെ, അതായത് ഒന്ന് കൂട്ടാൻ വേണ്ടി മറ്റേത് കുറച്ച് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പ്രൊഡക്ഷനിൽ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ പ്രൊഡ്യൂസർ ഈക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ MRTS LK is equal to MPL divided by MPK is equal to W/R. Now what do you mean by expansion path? എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയത്തിൻ്റെ ഒരു കളക്ഷൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഓരോ പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ഗിവ് ദ എക്സ്പാൻഷൻ പാത്ത്. എങ്ങനെയാണ് ആ പ്രൊഡ്യൂസർ അവരുടെ പ്രൊഡക്ഷനും അവരുടെ ഫേമും എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളത്. So basically expansion path shows the path on which a rational producer would prefer to increase the sale of production or scale of production in his firm. ആ അദ്ദേഹം പ്രൊഡക്ഷൻ നടത്തുന്ന ഫേമിൻ്റെ സ്കെയിൽ എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു വഴി, ഒരു പാത്ത് വേ കൂടിയാണ് എക്സ്പാൻഷൻ പാത്ത്. അതെല്ലാ പ്രൊഡ്യൂസേഴ്സ് ഈക്വിലിബ്രിയത്തിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഡയഗ്രാംസ് കണ്ടറിയാൻ പറ്റും. എല്ലാ പോയിന്റ്സും നമ്മൾ ഈ പറയുന്ന ഐസോകോസ്റ്റ് ലൈനും ഐസോകോണ്ടും ടാൻജന്റ് ആകുന്ന എല്ലാ പോയിന്റ്സിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന ലൈനെയാണ് നമ്മൾ എക്സ്പാൻഷൻ പാത്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ മേജറായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മോഡ്യൂൾ 2ൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ് നൽകിയിരിക്കുന്നത്. അടുത്ത ബാക്കിയുള്ള ടോപ്പിക്സ് മോഡ്യൂൾ 2ൻ്റെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.